പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. എത്രയും ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട രഞ്ജനച്ചൻ, സെന്റ് ഇഗ്നേഷ്യസ് ഡാലസ് ദേവാലയത്തിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ദൈവ വിശ്വാസികളുടെ സമൂഹമേ, ശുദ്ധിമതിയായ മാതാവിൻ്റെ ജനന പെരുന്നാളിനോട് ചേർന്ന് നാം നടത്തുന്ന ധ്യാനങ്ങളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും അതിൻ്റെ മധ്യത്തിൽ ഇന്ന് നാം ആയിരിക്കുകയും 2020 വളരെ പ്രത്യേകതയോടുകൂടെയുള്ള ഈ കാലഘട്ടത്തിൽ തുടർന്ന് നമുക്ക് ആ പ്രാർത്ഥനകൾ വിവിധ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ഇടയാക്കിയതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ഒരു ചെറിയ ധ്യാനത്തിലേക്ക് ഇന്ന് കടക്കാം. ഇന്ന് ഇതിന് എന്നെ ക്ഷണിച്ചതായ ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛൻ, രഞ്ജനച്ചൻ, അതുപോലെ തന്നെ അമേരിക്കൻ അധിപതിരാസനത്തിൻ്റെ വിവിധ ശുശ്രൂഷകളിൽ ദൂരത്തിരുന്നുകൊണ്ടും ചെയ്യാവുന്ന ചെറിയ ചെറിയ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടുകൊള്ളുവാൻ അനുവാദം തന്നിട്ടുള്ള അഭ്യുന്നനായിരിക്കുന്ന അഭ്യുന്ന പിതാവ് തീത്തോസ് തിരുമേനി, മറ്റേ ഇടവകയിലെ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എളിയ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. ശുദ്ധിമതിയായ മാതാവിൻ്റെ ജീവിതത്തെ മുൻനിർത്തിയാണല്ലോ നാം ഇന്ന് ധ്യാനത്തിലേക്ക് കടക്കുന്നത്. ശുദ്ധിമതിയായ മാതാവിൻ്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും വിവരിക്കുവാൻ സാധിക്കാത്തവണ്ണം നമ്മെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളിൽ പ്രധാനമർഹിക്കുന്ന ഒരാളാണ്. അതിലുപരി വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ, സഭാജീവിതത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോഴൊക്കെ എത്രമാത്രം ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമ്മെ ബലപ്പെടുത്തുന്നു എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. അപ്രകാരം ബലഹീനനായ ഞാനും പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥതയിൽ ആയിരുന്നാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാനായി ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ ധ്യാനത്തിൽ ഏറ്റവും പ്രധാനമായി ശുദ്ധിമതിയായ അമ്മയുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ശുദ്ധിമതിയായ അമ്മ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തിനായിരുന്നു എടുത്തത് എന്ന് വേദപുസ്തകത്തിൻ്റെ ചില കോണുകളിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഈ തീരുമാനങ്ങളിലൂടെ അല്ലെങ്കിൽ അമ്മ എടുത്തിട്ടുള്ളതായ ചില നടപടികളിലൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നാം ഏറ്റവും ബുദ്ധിമുട്ടുന്നതായ ഒന്ന് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടാണ്. എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഓരോ ജീവിത സാഹചര്യത്തിലും കൃത്യതയോടുകൂടെ മുമ്പോട്ട് പോകുവാനുള്ള തീരുമാനങ്ങൾ? നമ്മുടെ ഒരു തീരുമാനമാണല്ലോ നമ്മെ മുമ്പോട്ട് ഏത് വഴിയിലൂടെ നയിക്കപ്പെടണം എന്ന് തീരുമാനിക്കുന്ന ഭൗതികമായ ഘടകം. ആ തീരുമാനങ്ങൾ എങ്ങനെയാണ് കൃത്യമായി എടുക്കുവാൻ സാധിക്കുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ പെട്ടെന്ന് തന്നെ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. യുയാക്കീം ഹന്ന ദമ്പതികളുടെ മകളായി ഭൂമിയിലേക്ക് സാധാരണ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായി ലോകത്തിലേക്ക് പിറന്ന മറിയം എന്ന് പറയുന്ന നാം ഇന്ന് മധ്യസ്ഥതയ്ക്ക് വേണ്ടി ആദ്യകാല ചരിത്രം അത്ര നല്ലതായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. എന്താണ് ആദ്യകാലത്തിൽ മാതാവിൻ്റെ അല്ലെങ്കിൽ ഈ മറിയം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിത സാഹചര്യത്തിലുള്ള പ്രതിസന്ധികൾ? അത്ര നല്ലതല്ല എന്ന് ഞാൻ
വാക്ക് ഉപയോഗിച്ചത് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, വളർന്നു വന്നതായ ജീവിത സാഹചര്യങ്ങളൊക്കെ പ്രതികൂലതകൾ നിറഞ്ഞതായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നാം എപ്പോഴും കേട്ട് നമ്മുടെ മനസ്സിൽ ഹൃദിസ്ഥമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനമായ കഥയെന്ന് പറയുന്നത് ഏതാണ്ട് 3-ാം വയസ്സിൽ തന്നെ ദേവാലയത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. 14 വയസ്സുവരെ ആ ദേവാലയത്തിൽ നിൽക്കുകയും ദേവാലയത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേരുകയും ചെയ്ത പെൺകുട്ടിയാണ്. ഏതാണ്ട് 11 വർഷമാണ് ദേവാലയത്തിൽ താമസിക്കുന്നത്. 11 വർഷക്കാലം ദേവാലയത്തിൽ താമസിക്കുന്ന ഒരു സ്ത്രീ അന്ന് എന്തായിരുന്നു അത്ര നല്ലതല്ലാത്ത ജീവിത സാഹചര്യം കണ്ടു എന്ന് തിരിച്ചറിയുവാൻ ഈ 14 വർഷങ്ങൾക്ക് ശേഷം, അതല്ലെങ്കിൽ 11 വർഷം അവിടെ ദേവാലയത്തിൽ താമസിച്ചതിന് ശേഷമുള്ള അന്നത്തെ സാമൂഹിക ശാസ്ത്രം അല്ലെങ്കിൽ മതപരമായ ജീവിത രീതികളെ പറ്റി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് കണ്ടാൽ മതിയാകും. മോശയുടെ ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുകയും മോശ വിശ്വസിച്ച ദൈവത്തിൽ തന്നെ വിശ്വസിക്കുകയും ആ ദൈവം യഥാർത്ഥ ദൈവമാണെന്നും ആ ദൈവത്തിലൂടെ മാത്രം മനുഷ്യന് സഞ്ചരിക്കേണ്ടുന്ന ആവശ്യമുള്ളൂ എന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതായ മതമാണല്ലോ യഹൂദ മതം. എന്നാൽ ആ പഠിപ്പിക്കുന്ന ദൈവത്തെ പറ്റി ജീവിതത്തിൻ്റെ ദൈനംദിനമുള്ള യാഥാർത്ഥ്യങ്ങളിൽ യാതൊരു ബന്ധവുമില്ലാത്ത ജീവിത ശൈലി നിവർത്തിച്ചു പോന്നിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. നമ്മൾ അന്നുണ്ട സമൂഹത്തിലെ കുറെ ആളുകളെ പറ്റി, ചെറിയ ചെറിയ കൂട്ടങ്ങളെ പറ്റി പല പേരുകളിൽ നാം അറിയപ്പെടാറുണ്ട്. പരീശന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്, നമുക്കറിയാമത്. സദൂക്യരെന്ന് പറയുന്ന മറ്റൊരു കൂട്ടമുണ്ട്. അങ്ങനെ വിവിധ കൂട്ടങ്ങളുടെ ഒരു ഗണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൂടാതെ മതത്തിൽ തന്നെ മതപുരോഹിതന്മാരുടെ ശ്രേണിയിൽ തന്നെ വ്യത്യാസമുണ്ടായിരുന്നു. പല വിധത്തിലുള്ള മതപുരോഹിതന്മാർ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ജോലി വിവിധങ്ങളായിരുന്നു. എന്നാൽ ഈ ജോലികളിൽ ഒന്നും തന്നെ അവരവർക്ക് ഏൽപ്പിച്ചിട്ടുള്ള ദൈവിക ദൗത്യത്തിൽ, അതല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ ജീവിതത്തിലൂടെ പകർത്തുന്ന ഒരു ജീവിത ശൈലി കുറവുള്ള സമയത്താണ് മാതാവ് ദേവാലയത്തിൽ നിന്നത്. അതുകൊണ്ട് തന്നെ ദേവാലയത്തിൻ്റെ നിത്യമായ ജീവിതത്തിന് ഒരു പിന്നാമ്പുറമുണ്ട് എന്ന് മാതാവ് കണ്ടിരുന്നു എന്നാണ് നാം വിശ്വസിക്കേണ്ടുന്നത്. ഈ ദേവാലയ ജീവിതത്തിന്റെ പിന്നാമ്പുറം എന്ന് പറയുന്നത് നമുക്കറിയാം. യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ദേവാലയത്തോട് പ്രതികരിച്ചിട്ടുള്ള പല ഭാഗങ്ങളുണ്ട്. വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒക്കെ പീഠം മറിച്ചിട്ട് മാറ്റിക്കളയുന്ന ഒരു കർത്താവുണ്ട്. ദേവാലയത്തിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പലപ്പോഴും അകത്തു കയറി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന സാഹചര്യവും പാരമ്പര്യവുമല്ല അവർക്കുണ്ടായിരുന്നത്. മുടന്തർ, കുരുടർ, അതുപോലെ തന്നെ കുഷ്ഠരോഗികൾ, ഇവർക്കൊന്നും ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. അഥവാ ആരെങ്കിലും പ്രവേശിച്ചാൽ തന്നെ ഉള്ളിലേക്ക് കടന്നാൽ അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട്. രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ യേശു തമ്പുരാന്റെ പിറകിലൂടെ പോയപ്പോൾ തന്നെ എത്രമാത്രം ദൂരത്ത് നിർത്തിയെന്ന് നമുക്ക് അറിയാവുന്നതാണ്. കൂനിയായ ഒരു സ്ത്രീ പള്ളിയുടെ പിറകിൽ മാത്രം എന്നും വന്ന് നിന്നുകൊണ്ടിരുന്നവൾ പള്ളിയുടെ നടുവിലേക്ക് കടന്നു വന്നതിന് ആക്രോശിച്ച സന്നിധി സംഘത്തിലെ ആളുകളുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ മോശയുടെ ന്യായപ്രമാണങ്ങളും കാണാതെ പഠിക്കുകയും എന്നാൽ അവയെ യാതൊരു രീതിയിലും പ്രാവർത്തികമാക്കുകയും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ അരപ്പട്ടയ്ക്ക് വീതി കൂട്ടുകയും മുഖ്യാസനം നിങ്ങൾ ചെല്ലുന്നിടത്ത് തിരഞ്ഞെടുക്കുകയും സംഘാലയങ്ങൾ നിങ്ങൾ ഏറ്റവും മുമ്പിൽ നിൽക്കുകയും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെയും ദേവാലയത്തിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ശുദ്ധിമതിയായ മാതാവ് ജീവിച്ചു വന്ന, അല്ലെങ്കിൽ ഈ കണ്ടു വളർന്ന ദേവാലയത്തിന്റെ 11 വർഷത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്ന അത്ര സുഖകരമല്ല എന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. എന്താണ് മാതാവിന്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസം എന്ന് ചോദിച്ചാൽ, 3-ാമത്തെ വയസ്സിൽ താൻ ദേവാലയത്തിലേക്ക് വരുന്നു എന്നുള്ളതിന് മുമ്പ് തന്നെ തൻ്റെ അപ്പനും അമ്മയും
ദേവാലയത്തിന്റെ പ്രാർത്ഥനയിലൂടെ വളരെ നീതിമാന്മാരായി നിന്നിരുന്നവരുടെ പുത്രിയായി വന്നവരാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ വളർന്നു വന്ന സാഹചര്യത്തിൽ 2 തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഒന്ന്, നീതിയുടെയും ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും വഴി തിരഞ്ഞെടുക്കുകയും യഥാർത്ഥത്തിൽ മോശ സീനായി മലയിൽ കണ്ട ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചവരായ കൂട്ടങ്ങളുടെ ഭാഗമായിരുന്ന യുയാക്കീം, ഹന്ന ദമ്പതികളും ഉണ്ടായിരുന്നു. നമ്മൾ പിന്നീട് കാണുന്ന സഖറിയ പുരോഹിതനെ നമ്മൾ കാണുന്നുണ്ട്. എത്ര നീതിമാനായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. എലിസബത്തിനെ പറ്റി പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവരൊക്കെ നീതിയുടെ മകുടമായി മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്നു. അപ്പൊ ഈ 2 വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുടെ ഒരു വലിയ സാമൂഹിക ഇവിടെ വളരെ പ്രഭാതമാണ്, ഞാൻ എഴുന്നേറ്റ്, ഇവിടെ നല്ല തണുപ്പുള്ള സമയമാണ്, എന്നോട് ക്ഷമിക്കുക നിങ്ങൾ എൻ്റെ തൊണ്ടയുടെ പ്രയാസം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ 2 സാഹചര്യങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് വേണം നാം മാതാവിന്റെ ദേവാലയത്തിലെ വളർച്ചയെ കാണാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഓടിച്ചാൽ വളരെ വളരെ രസകരമായ ഒരുപാട് കഥകളെ അല്ലെങ്കിൽ രീതികളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വേദപുസ്തകത്തിന്റെ പഠനത്തിൽ പ്രത്യേകിച്ച് ശുദ്ധിമതിയായ മാതാവിന്റെയൊക്കെ ജീവിതത്തെ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കുകയും വായിക്കുകയും വളരെ രസകരമായി നമുക്ക് ഓർത്തിരിക്കുവാൻ കഴിയുന്ന കുറച്ച് കഥകളെ പറ്റി നമ്മൾ എപ്പോഴും ഇങ്ങനെ വേദപുസ്തകത്തിന്റെ താളുകളിൽ നിന്ന് വായിക്കാറുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് ഇന്ന് ആവശ്യപ്പെടുന്നത്, യു മസ്റ്റ് ലുക്ക് ഇൻ ടു ദി ലേയേഴ്സ് ഓഫ് സ്റ്റോറീസ് ഇൻ ദ ബൈബിൾ. Don't just subscribe the peripheral atmosphere of any story or stories. There are layers. Layers of each stories are very, very significant. And those layers would tell you the real truth of the Bible and the persons with whom we are going to deal with. ശുദ്ധിമതിയായ മാതാവിന്റെ ജീവിതത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കഥകളിൽ അല്ലെങ്കിൽ അന്ന് നടന്ന സംഭവങ്ങളുടെ ചെറിയ ചില ലെയറുകളുണ്ട്. ആ ലെയറുകളിൽ 2 എണ്ണമാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം, അതിന്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവളോട് മാലാഖ പറഞ്ഞു, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞു. അവൾ അത് കണ്ട് മാലാഖയുടെ വചനത്തിൽ പരിഭ്രമിച്ചു പോയി. ഈ സമാധാനം എന്ത് എന്ന് അവൾ ചിന്തിച്ചു. മാലാഖ അവളോട്, മറിയമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതായ 2 സാഹചര്യങ്ങളെ നിങ്ങളോട് പറഞ്ഞു. ദേവാലയത്തിൽ തന്നെ 2 സാഹചര്യങ്ങൾ, താൻ ജീവിക്കുന്ന ജീവിത സമൂഹത്തിൽ തന്നെ 2 സാഹചര്യങ്ങൾ നിലനിൽക്കുന്നിടത്ത് ഏത് തെരഞ്ഞെടുപ്പാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ തനിയെ ആ തെരഞ്ഞെടുപ്പിലേക്ക് മാറുന്ന, വഴുതുന്ന, പോകുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആധുനിക ശാസ്ത്രത്തിൽ, ആധുനിക ലോകത്തിൽ ഒക്കെ മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായ ലെയറുകളുണ്ട്. നമുക്കുണ്ട് ഒരുപാട് ലെയറുകളുണ്ട്, ലേയേഴ്സ്, ഒരുപാട് എന്നാ പറയുന്ന, കാണപ്പെടാത്ത ചില മാനസിക ചിന്താ തലങ്ങളുണ്ട്. അത് നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കപ്പെടുന്ന ഭാഗങ്ങളിലൂടെ ആയിരിക്കാം. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഔട്ട്വേർഡ് മാസ്ക് ഉണ്ട്, ഫേസ് മാസ്ക്. പക്ഷേ ഈ ഔട്ട്വേർഡ് ഫേസ് മാസ്കിന് മുമ്പ് നമ്മൾ ഇൻവേർഡ് ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഇൻവേർഡ് മാസ്കുകൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ്. അത് ഈ ലെയർ കൊണ്ടാണ്. നമ്മൾ ആരാണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്
നമ്മുടെ ബാഹ്യമായ നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ട് മാത്രമായിരുന്നു എങ്കിൽ, ബാഹ്യമായി ജീവിക്കുവാൻ എത്ര നന്നായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതല്ലല്ലോ നമ്മുടെ ആന്തരികമായ ജീവിതം. നമ്മുടെ ഉള്ളിലുള്ളതായ ചില മാനദണ്ഡങ്ങൾ, ഉള്ളിലുള്ളതായ ചില ജീവിത ശൈലികൾ, നാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില ചില്ലുകൂട്ടുകൾ, ഇവയൊന്നും പലപ്പോഴും യഥാർത്ഥത്തിലുള്ള നമ്മുടെ എന്താണ് സ്വത്വം, ഞാൻ ആരാണ് എന്നുള്ളതിനെ തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല. എന്നാൽ മറിയമിനെ പറ്റി യഥാർത്ഥത്തിൽ നമുക്ക് വായിച്ചു തുടങ്ങുന്നത് തന്നെ ഒരു വലിയ ഡിക്ലറേഷനോടുകൂടെയാണ്. ദാറ്റ് ഡിക്ലറേഷൻ ഹാസ് നോട്ട് കം ഫ്രം ഹ്യൂമൻ മൈൻഡ്സ്, റാദർ ഇറ്റ് ഈസ് a kind of an assessment that is made by God on a human. And that is very simple as we think. That is that you are a person filled with the grace of God. ഈ ഗ്രേസ് അല്ലെങ്കിൽ കൃപ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കൃപയെ എത്രമാത്രം നിറഞ്ഞിരുന്നു എന്നുള്ളത്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 1:30 പറയുന്നത് അതുകൊണ്ട് നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. So she was a kind of a person who was searching for God's grace. നീ കൃപ ദൈവസന്നിധിയിൽ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ തൻ്റെ ജീവിത സാഹചര്യത്തിൽ തനിക്ക് തിരഞ്ഞെടുക്കാമായിരുന്ന 2 വഴികളിൽ അവൾ കണ്ടെത്തുവാനായി ആഗ്രഹിച്ചിരുന്നത് ഇറ്റ് വാസ് ഗോഡ്സ് ഗ്രേസ്. So when you and I are ready to choose the grace of God, when you can just side with God's grace, when you are allowing yourself to think towards God's being or grace, or maybe God's love, and making yourself an embodiment, a fullness, a perfect person with that grace, then things change completely towards a new perspective of decisions. Those decisions would form your life, that makes your life completely different. എന്താണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം? ഞാൻ ഇതിലേക്ക് കൂടുതൽ പോകുന്നില്ല. സമയത്തിനും വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങളോടൊപ്പം ചെലവഴിപ്പാനും എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നതല്ല, അത് സാധിക്കുകയുള്ളല്ലോ. നമുക്കൊരു ധ്യാനത്തിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു വരട്ടെ. ഞാൻ ഒരു പക്ഷേങ്കിൽ ഇത്രയും നേരം ഈ സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയായിരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ലേ? മറിയമിനോട് മാലാഖ മറിയമിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറിയമിനെ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂസ് ചെയ്യുകയാണ്. എന്താ കാരണം? നീ ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയിരിക്കുന്നു. സോ there was a time for Mary to just understand what is the word that is uttered before her. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, മറിയാമേ നീ ഭയപ്പെടണ്ട. അവൾ പരിഭ്രമിച്ചു പോയി. ഇത് കേട്ടപ്പോഴത്തേക്ക് പരിഭ്രമിച്ചു പോയി. She was confused, in fact. മറിയമിനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ സാധാരണ ഇമാജിൻ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ഇതിന് തുടർന്ന് താഴേക്ക് വരുമ്പോൾ കുറച്ച് ലേയേഴ്സിനെ നമ്മൾ കണ്ടെത്തണം മാതാവിന്റെ മനസ്സിൽ നിന്ന്. എന്താണെന്നറിയാമോ? നീ ഗർഭവതിയാകും, ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണമെന്നൊക്കെ പറഞ്ഞ് താഴേക്ക് പറയുകയുണ്ട്. എന്നാൽ ഇവനെപ്പറ്റി മാലാഖ, വരാൻ പോകുന്ന പ്രജയെപ്പറ്റി മാലാഖ പറയുന്ന ഒരു വാക്കുണ്ട്. അവൻ യേശു എന്ന പേർ വിളിക്കണം, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവിന് കൊടുക്കും. അവൻ യാക്കോബിന്റെ ഭവനത്തിൽ എന്നേക്കും വാഴ്ച നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മാലാഖ അവളോട് ഇത്രയും പറയുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ ലെയർ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, എന്താണോ പഴയ നിയമത്തിൽ വരുവാനിരിക്കുന്നവൻ, എന്താണോ മനുഷ്യന്റെ ദൈവബന്ധത്തിൽ വിച്ഛേദനം സംഭവിച്ചപ്പോൾ വീണ്ടും ദൈവവും മനുഷ്യനും തമ്മിൽ
എവിടെയാണോ ഒരുമിച്ച് കൂടേണ്ടുന്നത് ആ കൂടിവരവിനെ പറ്റി പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഒരു രത്ന ചുരുക്കമാണ് സത്യത്തിന് മാലാഖ മറിയമിനോട് പറയുന്നത്. ഇറ്റ് ഈസ് ദി ക്രക്സ് ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ്, meaning those books that we talk about as Old Testament, probably the 5 books and some of the prophetic books of the Old Testament. So angel was just making the whole events in the Bible, or the entire aim of the Old Testament, to put it in one word and saying, or maybe giving some reference starting from Abraham, and letting us know, or letting her know, that there is something very important for you. And it was very easy for her to connect what angel said to her, because she was very, very close to the scriptures. വചനത്തോട് ചേർന്നിരുന്നവളാണ് മറിയം. അതിനൊരുപാട് കാരണങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ മറിയം 14 വയസ്സുകാരിയാണ്. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് എന്താണ്? ദേവാലയത്തിനുള്ളിൽ വളർന്ന ഒരു കുട്ടിയാണ്. ഈ ദേവാലയത്തിനുള്ളിൽ 14 വയസ്സ് വളർന്ന ഒരു കുട്ടിക്ക് എന്താണ് അറിയുന്നത്? What does she know? Does she know about the world? Yes, she did. She could understand what was the world. And that is exactly the second layer that you have to understand, that Mary responded to angel with a very worldly question, a question that was always dealt as a human. And she was very much known to these facts. എന്താ പറഞ്ഞത്? പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ദേവാലയത്തിനുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അവിടെ തുന്നൽ പണികൾ നടത്തുകയും ചെയ്യുന്ന ഈ പെൺകുട്ടിയോട് ആരാണ് പറഞ്ഞത് ഈ പുരുഷബന്ധത്തെ പറ്റിയും? താൻ ഗർഭവതിയാകണമെങ്കിൽ, ഒരു മനുഷ്യപ്രകാരം ഗർഭവതിയാകണമെങ്കിൽ ഒരു പുരുഷബന്ധം വേണമെന്നും, ഈ പുരുഷബന്ധത്തിലൂടെ ഗർഭവതിയാകുമെന്നൊക്കെ പറഞ്ഞാൽ അതിന് വീണ്ടും 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 ലെയറുകളുണ്ട്. ആ ലെയറുകളിലേക്ക് നമുക്ക് പോയാൽ നമുക്ക് കുറെ കൂടെ അന്നത്തെ സാഹചര്യം മനസ്സിലാക്കുവാൻ ഏറ്റവും നല്ലൊരു ലെയറാണത്. എന്താണത്? ഈ സാഹചര്യങ്ങളിൽ 14 വയസ്സ് ദേവാലയത്തിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു കുട്ടി ഇപ്രകാരമുള്ള സാഹചര്യങ്ങളെ കാണുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അവിടെയൊക്കെ ചില പ്രതിസന്ധികളുണ്ട്. ഞാൻ ഇതിൽ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. അപ്പം മറിയം സാധാരണ നമ്മൾ കേൾക്കുമ്പോൾ ശുദ്ധിമതിയായ മാതാവ് എന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കേണ്ടുന്നത്, ദൈവം അവളിൽ കൃപ കണ്ടെത്തുകയും അതേ സമയത്ത് തന്നെ ലോകത്തിന്റെ സാഹചര്യങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലും മനസ്സിലാക്കുവാൻ കഴിവും തിരഞ്ഞെടുക്കുവാനുള്ള വ്യാപ്തിയും കപ്പാസിറ്റിയും ഉള്ള ഒരാളായിരുന്നു മറിയം. So she knew what is happening around her, and therefore she was asking and she was responding to angel, എങ്ങനെ ഇത് സാധിക്കും? മാലാഖ അവളോട് പറഞ്ഞു, നീ ഇതിനെപ്പറ്റി ഒന്നും പ്രയാസപ്പെടേണ്ട, പരിശുദ്ധാത്മാവ് വരും, മഹോന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ഇത് നിമിത്തം നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു, ദൈവത്തിന്റെ പുത്രനെന്ന് അവൻ വിളിക്കപ്പെടും. കണ്ടാലും നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് 6ാം മാസവുമാണ്. എന്തെന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. നോക്കി കുറെ കാര്യങ്ങൾ പറയാണ്. ഈ മറിയമിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കുറെ കാര്യങ്ങൾ പറയുകയാണ്. ഇവിടെയൊക്കെ ഒത്തിരി പറയാനും പഠിക്കുവാനും ഉണ്ട്. എങ്ങനെയാണ് മറിയം പെട്ടെന്ന് ഈ എലിസബത്തിന്റെ വാർദ്ധക്യവും അതുപോലെ തന്നെ എലിസബത്തിന്റെ ഗർഭധാരണത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നൊക്കെയുള്ളത് പഠിക്കാൻ പോയാൽ ഒത്തിരി നല്ല രീതിയിൽ എന്തായിരുന്നു അന്നത്തെ സാഹചര്യങ്ങളെന്നും എങ്ങനെയാണ് മറിയം അതിനോട് പ്രതികരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുവാനുള്ള വലിയ വലിയ കൃപ നമുക്ക് ദൈവം നൽകും. എന്താണെങ്കിലും ഇത്രയും പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേങ്കിൽ മറിയമിനെ സംബന്ധിച്ചിടത്തോളം മറിയം മാലാഖയോട് തിരികെ പറയുന്നതിന് മുമ്പ്, in my view, she would have taken a pause. She would have thought about something much beyond what she has been thinking at that time. എന്തായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന, ഇപ്പോൾ മാലാഖ പറഞ്ഞിരുന്നതെല്ലാം തന്നെ പഴയ നിയമത്തിലൂടെ പ്രവാചകന്മാരിലൂടെ ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യരൂപം പ്രാപിക്കുവാനുള്ള സാധ്യതകളും അതിൻ്റെ എല്ലാ വശങ്ങളെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞിരുന്നു.
മറിയം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറഞ്ഞ എന്താണ്. മറിയമിന് എങ്ങനെ മനസ്സിലായി കാണും ഇത് ഒരുപക്ഷെങ്കിൽ താൻ പരിശുദ്ധാത്മാവ് മുഖാന്തരം തന്നെയാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന്. ഒരുപാട് പിതാക്കന്മാർ ഇതിനെപ്പറ്റി ഒത്തിരി ദർശനം കണ്ടിട്ടുണ്ട്, നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒരു വലിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ കോപ്റ്റിക് സഭ ശുദ്ധിമതിയായ മാതാവിനെ പറ്റി ആ സഭയിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരുപാട് ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന ഒരു വലിയ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ആ ബുക്കിൽ ഒത്തിരി ഇങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാതാവിൻ്റെ മനസ്സിലൂടെ ഈ പോയിട്ടുള്ള പോക്ക് അല്ലെങ്കിൽ ചിന്ത, ഞാൻ ചിന്തിക്കുകയാണ് ഒരുപക്ഷെങ്കിൽ ഇന്ന് നാം പാടുന്ന പാട്ട് തന്നെ ആ പാട്ടിന്റെ ഈ ഈണത്തിലോ രൂപത്തിലോ ആയിരിക്കത്തില്ല, പക്ഷെങ്കിൽ പാടിയിട്ടുണ്ടാകാം. എന്താണ് ആദ്യത്തെ 2 ലൈനെങ്കിലും ഉണ്ടാകുക, കുഞ്ഞാടുണ്ടായൊരു മരവും നീരൂറവൊഴുകിയ തീപ്പാറ. കുഞ്ഞാടുണ്ടായ ഒരു മുൾ പടർപ്പുണ്ട്. എന്താണ് കുഞ്ഞാടില്ലാതിരുന്നിടത്ത് പെട്ടെന്നുണ്ടാകുന്നു. നീരുറവ ഒഴുകിയ തീപ്പാറ, പെട്ടെന്ന് നീരുറവ ഉണ്ടാക്കി നമ്മൾ കാണുന്ന ഒരു ഭാഗത്തെ പറ്റി പറയുന്നുണ്ടാകും. ഇതിലുപരി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 44-ാമത്തെ അധ്യായത്തിലും ഇതിന് സാധ്യമായ ഒന്നുണ്ട്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്താണ് പറയുന്നത്? മാലാഖ പറഞ്ഞത് പുരുഷനെ അറിയാതെ നിനക്ക് ഒരു പ്രജയുണ്ടാകും. അപ്പോൾ ഈ പുരുഷനെ അറിയാതെ പ്രജയുണ്ടാകുവാൻ സാധിക്കുമോ? സാധിക്കും. കാരണം അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം ലോകത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, എത്രയോ പ്രാവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇസ്ഹാക്കിനെ ബലിയഴിക്കുവാൻ പോയപ്പോൾ, അതാണ് നമ്മളിപ്പോൾ പാടിയത്, കുഞ്ഞാടുണ്ടായൊരു മരവും. വാള് വെളിയിലേക്ക് ഉറയിൽ നിന്നെടുത്ത് ബാലന്റെ കഴുത്തിന്മേൽ ബലിക്കായി ഒരുങ്ങുന്നതായ അബ്രഹാം പിതാവിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ബാലന്റെ മേൽ കൈവെക്കരുത്, അവിടേക്ക് നോക്കുക. ഇത്രയും നേരം നടന്നു വന്ന സ്ഥലമാണ്, അവിടെ ഒരു കുഞ്ഞാടുണ്ടായിരിക്കുന്നു. നീരൂറവൊഴുകിയ തീപ്പാറ. ഇസ്രായേൽ മക്കൾക്കൂടെ നടന്നു പോകുമ്പോൾ മോശ പാറയിൽ നിന്നാണ് ജലം കൊടുക്കുന്നത്. അപ്പൊ ഈ പാറയിൽ നിന്ന് ജലമല്ല വരുന്നത്, തീക്കൽ പാറയിൽ നിന്ന് തീ വരുന്നിടത്ത് ജലം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവയൊക്കെ മറിയമിന്റെ മനസ്സിന്റെ വിവിധ ലെയറുകളാണ്. ഇനിയും ഞാൻ വേറൊരു കാര്യം സൂചിപ്പിക്കുവാൻ, മറ്റൊരു ഭാഗം ഒരു പക്ഷേങ്കിൽ മറിയമിന് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്താണ്? അനന്തരം അയാൾ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ അത് അടയ്ക്കപ്പെട്ടിരുന്നു. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടഞ്ഞിരിക്കണം. അവൻ രാജാവായിരിക്കാൽ കർത്തൃസന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണം. അപ്പൊ ഈ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നതുകൊണ്ട് ഇനി ചില സംഗതികൾ അടഞ്ഞു കിടക്കണമെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് നീ കേട്ടാൽ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട, ഞാൻ നിങ്ങളോട് ഇന്ന് സൂചിപ്പിക്കുവാനുള്ള 1-ാമത്തെ ചിന്ത പറയുവാൻ പോവുകയാണ്. ഇതിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ നിറയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണം കൃപയോട്, ദൈവത്തിന്റെ കൃപയോടായിരിക്കും. ആ ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ അന്വേഷണം നടത്തുമ്പോൾ നമ്മളിൽ ലഭിച്ചിട്ടുള്ളതായ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഫില്ലിംഗ് us with the grace. Perfectly, completely we are in the grace of God, and that is filled in us, and there we shut a door. We just keep a door. That door is something, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാതിലാണ്. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപയിലായി കഴിഞ്ഞാൽ പിന്നെ ആ വാതിലാണ് നമുക്ക് സംരക്ഷണവും, അത് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവാണ്. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കാഴ്ചപ്പാടെന്നൊക്കെ പറയും. കാരണം ഉള്ളിൽ ദൈവം വസിച്ചു കഴിയുമ്പോൾ, ദൈവത്തിന്റെ കൃപ നിന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എപ്പോൾ കാണുവാൻ സാധിക്കുന്നത് മറ്റൊന്നിനെ അകത്തേറ്റ് കിടക്കുവാനുള്ള സാധ്യതയില്ല. മറ്റൊന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. ലോകത്തിൽ ഉള്ള സകലതും നിലനിൽക്കുമ്പോൾ തന്നെ നാം പരുവപ്പെടുത്തുന്ന നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്തയെ പറ്റിയായിരിക്കും. എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ആദ്യ ചോദ്യം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ ചോദ്യമായിരിക്കും, എന്താ? ദൈവ സാന്നിധ്യത്തോടുകൂടെ ചേർന്നാണോ ഇത് പോകുന്നത്? അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും, ചെറിയ കാര്യങ്ങളിൽ പോലും
അത് ദൈവിക ബോധ്യത്തിലുള്ള തെരഞ്ഞെടുപ്പിലായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. So if you can enjoy your life within the grace of God, the entire decisions that you take will have a perspective, will have a layer of that grace, and that would reflect your life in the image of God's grace. ദൈവത്തിൻ്റെ കൃപയിലുള്ള ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ജീവിതത്തിൻ്റെ എല്ലാ ലെയറുകളിലും സംഭവിക്കുന്നത് നോക്കുക. നമ്മൾ എന്ത് ചെയ്താലും, എന്തെടുത്താലും, എന്ത് സംഭവിച്ചാലും ഇതിലൂടെ ആയിരിക്കും നമ്മൾ കാണുന്നത്. പല ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, അച്ഛാ ഇങ്ങനെ ജീവിതത്തിൽ വലിയ അങ്ങ് സംഭവിച്ചു പോവുകയാണ്. നമുക്കറിയാമല്ലോ, സാധാരണ നമ്മൾ പറയുന്ന ഒന്നാണ്, നമുക്ക് ഒത്തിരി കോപമുണ്ടാകും, അങ്ങ് സംഭവിച്ചു പോവുകയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു നിരാശ തോന്നിയിട്ടുണ്ട് അച്ഛാ. അത് സംഭവിച്ചു പോവുകയാണ്, എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്, ബട്ട് ഇറ്റ് ഹാപ്പൻസ് സോ. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് അപക്വമായി പെരുമാറുന്നു. ആഗ്രഹമുണ്ട്, കുമ്പസാരത്തിലൊക്കെ നമ്മൾ പറയാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ പുരോഹിതനുമായി സംസാരിക്കുമ്പോൾ ഓർക്കും, അയ്യോ ഇങ്ങനെയാണോ വേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും പറയും, അയ്യോ അങ്ങ് സംഭവിച്ചു പോവുകയാണ് അച്ഛാ. വീട്ടിൽ നമ്മൾ അറിയാതെ ചില ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ അറിയാതെ സംഭവിച്ചു പോവാണ് അച്ഛാ. ഐ നെവർ തോട്ട് ഓഫ് ഇറ്റ്, ബട്ട് ഇറ്റ് ഹാപ്പൻസ് സോ. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അനേക ആളുകളുടെ പ്രയാസത്തിൽ, we meet a lot of people who are filled with their own social, religious and even personal difficulties, but we are not able to respond to them. അപ്പൊ നമ്മൾ ചോദിക്കുക, എന്തേ നിങ്ങൾ കണ്ടതല്ലേ അവർക്ക് ആ പ്രയാസം, എന്തുകൊണ്ടാവുന്നത്? പക്ഷെ അച്ഛാ, ഐ എം നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്, ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ ദാറ്റ് ലെയർ. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മനുഷ്യന്റെ നിറത്തോട് ചേർത്ത് വെച്ച് മനുഷ്യനെ ഡിഫൈൻ ചെയ്യുകയാണ്, വ്യാഖ്യാനിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഹ്യൂസ്റ്റണിൽ, പെർലാൻഡിൽ നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകാം. പക്ഷേ ഇറ്റ് ഈസ് ഇൻസെൻസിറ്റീവ് ആയി മാറി നിൽക്കുകയാണ്. ഐ എം നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്, ഐ എം എൻ ഇന്ത്യൻ, വൈ ഷുഡ് ഐ ബോദർ അബൌട്ട് ഇറ്റ്? Because if you ask the person maybe after some layers of their minds, and they would say, Acha, we are not able to feel in that way. Why don't we feel that way? Have you ever thought about it? അതിനൊരു കാരണം എന്ന് പറയുന്നത്, not because that you are intently not thinking about it, but the root reason is you are not filled with the grace of God. If the grace is filled in you, if the entire particle of your body, mind and soul is filled with grace, then you can't think otherwise. You have to think the way that God thinks. It is possible. അതാണ് തിരഞ്ഞെടുപ്പുകൾ. ഞാനൊരു ചെറിയൊരാളുടെ കഥ പറയാം. ഞാൻ ബാംഗ്ലൂർ ക്യൂൻസ് റോഡ് പള്ളിയിൽ ശുശ്രൂഷിച്ചപ്പോൾ, ആ സമയത്താണ് ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛനും ഞാനും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന സമയമാണ്. ക്യൂൻസ് റോഡ് പള്ളിയിൽ ശുശ്രൂഷിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അവിടെ താത്ത എന്ന് പറയുന്ന ഒരാൾ. താത്ത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വാച്ച്മാനാണ്. അദ്ദേഹം ഒരു ഉയരത്തിൽ വളരെ ചെറുതാണ്. അദ്ദേഹത്തിന്റെ അരയിലൊരു വലിയ മുഴയുണ്ട്, ശരിക്കും ഹെർണിയായിരുന്നു ആ കാലത്ത്, ഭയങ്കര മുഴ. എന്നിട്ട് അദ്ദേഹം തമിഴ് കന്നഡ കലർന്ന ഒരു മനുഷ്യനാണ്, ക്രിസ്ത്യനാണ് താത്ത. അപ്പൊ ഈ ഇദ്ദേഹം നന്നേ നേരം വെളുത്ത്, ഞാൻ ക്യൂൻസ് റോഡ് ക്യാമ്പസിലാണ് താമസിക്കുന്നത്, നന്നേ നേരം വെളുത്ത് ഒരു 6:45 മുമ്പ് തന്നെ അദ്ദേഹം വരും. അദ്ദേഹം വന്നിട്ടാണ് പത്രവും പാലും ഒക്കെ എടുത്ത് പള്ളിക്കുള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ സ്കൂളുണ്ട്, സ്കൂൾ കുട്ടികൾ 7:30 വരും, 7:30-8 മുതൽ വരും. അപ്പോഴേക്കും അവിടെ എല്ലാം ക്ലിയർ ആക്കണം. അങ്ങനെ എന്നാൽ ഇദ്ദേഹം ഒരു പ്രായമുള്ള മനുഷ്യനാണ്. വാച്ച്മാൻമാരായി നല്ല ബലിഷ്ഠരായി മറ്റു പല ആളുകൾ അവിടെ ഉണ്ട്, 2-3 മറ്റു വാച്ച്മാൻമാരുണ്ട് സ്കൂൾ സമയമാകുമ്പോഴും. പക്ഷെ ഇദ്ദേഹത്തെ ദേവാലയത്തിൽ ഇങ്ങനെ സ്ഥിരമായി അദ്ദേഹം ആ ദേവാലയത്തിന്റെ ശുശ്രൂഷയുടെ ഭാഗമാണ്. അദ്ദേഹം ദേവാലയത്തിനുള്ളിൽ തുടയ്ക്കും, ശനിയാഴ്ച വൈകുന്നേരം വന്ന് ഇങ്ങനെ ഒത്തിരി ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. എന്നാൽ ഞാൻ 2002 ഒക്ടോബറിലാണ് അവിടെ ശുശ്രൂഷയ്ക്ക് അയച്ചിരുന്നത്. അതിന് മുമ്പ് തന്നെ 93 മുതൽ ബാംഗ്ലൂരിൽ പഠനത്തിനുണ്ടെങ്കിലും ഈ ദേവാലയത്തിന്റെ ശുശ്രൂഷയിൽ ചെല്ലുമ്പോഴാണ് ഇവയെ പറ്റി കൂടുതലായി ശ്രദ്ധിക്കുന്നത്. ഒക്ടോബറിൽ ചെന്ന് ഞാൻ ചുമതല എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കന്ന് മനസ്സിലായ ഒരു കാര്യം, ഈ താത്ത ഒരു 2:45 ആകുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കും, അല്ലെ അവിടെ നിൽക്കുന്ന സ്കൂളിന്റെ ചുമതലയുള്ള ആരെങ്കിലും എനിക്ക് പോകണം എന്ന് പറയും.
അപ്പൊ അദ്ദേഹം 3 മണിക്ക് സ്കൂളിൽ വിടും. 2:45 മുതൽ സ്കൂളിന്റെ കുട്ടികൾ പോയി തുടങ്ങും. ഒരു 3-3:15 ആകുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര അസ്വസ്ഥനാകും അദ്ദേഹം. ഹി വോണ്ട്സ് ടു ഗോ ഏർലി ഫ്രം ഹിസ് ജോബ്. നമുക്കറിയാം നാട്ടിൽ 5 മണി വരെയാണല്ലോ ജോലി അറ്റ്ലീസ്റ്റ് നിൽക്കേണ്ടത്. ഹി വുഡൻ സ്റ്റേ അൺടിൽ 5 o'clock. ഹി ഫീൽസ് വെരി വെരി അൺഹാപ്പി, ഒരു വളരെ അൺഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മളോട് ഇത് ചോദിക്കുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലെ തോന്നും. പക്ഷെ ഞാൻ ചെന്നിട്ട് ആദ്യ കാലങ്ങളിലാണ് എനിക്കിതിനെപ്പറ്റി ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ I felt that something goes wrong with him, or maybe there is some other layer of his life is not revealed to us. I could feel about it. And രാവിലെ 6:45 വന്നു കഴിഞ്ഞ് ഈ ഒരു 2:30-3 വരെ അദ്ദേഹം വളരെ എനർജറ്റിക് ആണ്. ഹി ഡസ് എവറിത്തിങ് ദാറ്റ് വി വോണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ താത്തയോട് പറഞ്ഞു, താത്ത ഞാനും വരികയാണ് വീട്ടിലേക്ക്. അവിടെ അടുത്ത് പോർട്രി ടൗൺ എന്ന് പറഞ്ഞൊരു കൊച്ചു ടൗൺ ഉണ്ട്. ആ ടൗണിനകത്തുള്ള ഒരു നമ്മൾ പറയുന്ന ഗല്ലി എന്ന് പറയുന്ന പോലെ അതിനകത്താണ് അദ്ദേഹം താമസിക്കുന്നത്. എന്നോട് പറഞ്ഞു നോ 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 അയ്യ വരണ്ട. ഞാൻ പക്ഷെ നിർബന്ധിച്ച് ഒരു ദിവസം അവിടെ ചെന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ എൻ്റെ കണ്ണുകൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാതിരിക്കുവാൻ എനിക്ക് സാധിക്കാത്ത ഒരു കാഴ്ചയാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. ഈ താത്തയുടെ വീട്ടിനുള്ളിൽ കടന്നപ്പോൾ ഒരു വളരെ പുഞ്ചിരിയോടുകൂടെ ഒരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. പ്രായം ഇദ്ദേഹത്തിന്റെ വേണ്ടി പ്രായമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയാണ് ഇരിപ്പുണ്ട്. പക്ഷെ അവർ അനങ്ങുന്നില്ല, അവരുടെ അടുത്ത് ഇരിക്കുകയാണ്. ഞങ്ങൾ ഓടി കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഈ മനുഷ്യൻ അവിടെ ചെന്നിട്ട് ഈ ഭാര്യയെ പതിയെ എഴുന്നേൽപ്പിച്ചിട്ട് ഇപ്പുറത്ത് കൊണ്ടിരുത്തിയിട്ട് ആദ്യം ചെയ്തതെന്ന് പറയുന്നത് അദ്ദേഹം ഉള്ളിൽ 1-2 മുറികളാണ്, ആകെ 1-2 കൊച്ചു മുറികളുള്ളിടത്താണ്. അദ്ദേഹം അകത്തി എന്ന് കൈ കഴുകിയിട്ട് അദ്ദേഹം ഭക്ഷണം എടുത്തു. എന്നോടൊരു കാര്യവും സംസാരിക്കുന്നില്ല. നേരെ ഭക്ഷണം എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ ഭക്ഷണം അത് മിക്സ് ചെയ്തിട്ട് നേരെ ഈ സ്ത്രീക്ക് വാരിക്കൊടുക്കുകയാണ്. അപ്പൊ ഇവരിങ്ങനെ നമ്മളോട് തമിഴ് കലർന്ന കന്നഡയിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവർക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് നടന്നപ്പോഴൊക്കെ പിടിച്ചെഴുന്നേപ്പിച്ച് പിന്നെ നടന്നപ്പോഴൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ താത്ത ഈ കഥ എന്നോട് പറയുന്നത്. ഈ സ്ത്രീക്ക് കംപ്ലീറ്റ്ലി ഷീ ഈസ് ബ്ലൈൻഡ്. She can't see anything for years. പക്ഷെ ഈ മനുഷ്യൻ അവരെ വിവാഹം കഴിച്ചു. ആദ്യ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയ കാഴ്ചയുണ്ട്, പക്ഷെ അത് മങ്ങിപ്പോയി. ഈ മനുഷ്യൻ, ഈ താത്ത എന്ന് പറയുന്ന ആള് ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയാകുന്ന വാച്ച്മാൻ എന്ന് പറയുന്ന ആ ജോലിക്കായി വരുന്നത്, രാവിലെ അദ്ദേഹം 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി അദ്ദേഹം പോരുന്നത് ഏതാണ്ട് 6:15 അത്രയും നടക്കാനുള്ളതേ ഉള്ളൂ പോർട്രി ടൗണിൽ നിന്ന്. ആ സമയത്ത് ഈ സ്ത്രീക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത്, ഭാര്യയ്ക്ക് വേണ്ടതെല്ലാം ചെയ്ത്, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അവരെ അവിടെ നിന്ന് ഒരു സ്ഥലത്തിരുത്തി എല്ലാം പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ ജോലിക്കായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ജോലിക്ക് വന്നിട്ട് 2 മണിയാകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഉള്ളിലെ തീ എന്താണെന്ന് ചോദിച്ചാൽ, തന്റെ ഭാര്യ വിശന്നിരിക്കുകയാണ്, ചെന്ന് വാരി കൊടുക്കണം അദ്ദേഹത്തിന്. അതിനുവേണ്ടിയാണ് ഓടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള പല ആളുകളിൽ ഒരാളാണ് താത്ത. പിന്നീട് ഒരുപാട് കഥയുണ്ട് താത്തായുമായിട്ട്. അദ്ദേഹം ഇന്ന് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് അദ്ദേഹത്തിന്റെ ആ മരണമൊക്കെ. ഞാൻ അന്ന് നാട്ടിലില്ല, ബാംഗ്ലൂരിലില്ല, എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. എന്താണെങ്കിൽ ഈ താത്ത പിന്നീട് ഒത്തിരി അദ്ദേഹത്തെ കൊണ്ട് അത് കഴിഞ്ഞ് വന്ന ക്രിസ്മസിന് അദ്ദേഹത്തെ ഗസ്റ്റായിട്ട് ഞാൻ വെച്ച് അദ്ദേഹത്തെ കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിക്കുന്നത് അത് ഒരു ഭാഗമാണ്. ബാംഗ്ലൂർ ദേവാലയത്തിൽ പ്രത്യേകിച്ച് വളരെ പ്രശസ്തി അർഹിച്ച ദേവാലയത്തിന്റെ ക്രിസ്മസിന്റെ വലിയ പരിപാടിയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് അദ്ദേഹത്തെ ഈ താത്തയെ വിളിച്ച് ഒരുക്കി അദ്ദേഹത്തെ കൊണ്ട് ഒരു ക്രിസ്ത്യൻ പാട്ട് പാടിപ്പിച്ച് അദ്ദേഹം അവിടെ നിൽക്ക് പൊട്ടിക്കരഞ്ഞ് പാടുന്ന ആ പാട്ടൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്താണെങ്കിലും പറഞ്ഞു വരുന്നത്, ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഒരു ഞായറാഴ്ച ദിവസം അവിടെയുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൽ കുർബാനയ്ക്ക് അല്ലെങ്കിൽ അവരുടെ സർവീസിന് പോകുന്ന മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ ഉള്ളിൽ നിറഞ്ഞിട്ടുള്ള സ്നേഹം. എൻ്റെ മകൻ 2 കുട്ടികളായിരുന്നു, ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. ഈ 2 കുട്ടികളെയും ഒക്കത്തെടുത്തുകൊണ്ട് നടക്കുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഓടി വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിപ്പോകും. അപ്പൊ ആ സ്നേഹം കൊണ്ട് അദ്ദേഹം, ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛൻ അദ്ദേഹത്തെ കൃത്യമായിട്ട് അറിയാം, ആര് വന്നാലും ഓടിപ്പിടിച്ചെന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഈ ദൈവത്തിന്റെ കൃപയുടെ ഒരു മകുടമായി പലപ്പോഴും നമുക്ക് ആ മനുഷ്യനെ പിന്നീട് എനിക്ക് ആ ലെയറിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. He was so great. He was a man with full of grace. But he was a watchman. He was living in a very maybe one room kitchen house, and it was in a slum area, and he was not respected by many.
ആര് വന്നാൽ, പക്ഷെ എന്നാൽ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമായിരുന്നു. എനിവേ, പറഞ്ഞു വരുന്നത്, ഞാൻ അതിലേക്ക് ദീർഘമായി വീണ്ടും പോകുന്നില്ല. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിൽ ഗ്രേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ദൈവത്തിന്റെ കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ, കൃപ നിന്നിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വചനം ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ചാൽ, every decision of yours will be for the best, which does not mean that that decision cannot have some റിസ്ക് ഉണ്ടാകും. റിസ്ക് ഉണ്ടാകുമ്പോൾ തന്നെ അതിനുള്ളിൽ അതിന് ഒരുപാട്, നമ്മൾ മാനുഷികമായി പറഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞാൻ പറഞ്ഞാൽ മാനുഷികമായ ചില പ്രയാസങ്ങൾ ഉണ്ടായെന്നിരിക്കാം, വേദനകൾ ഉണ്ടായെന്നിരിക്കാം, രോഗം ഉണ്ടായെന്നിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ളതാണ്. പക്ഷെങ്കിൽ ഇന്റേണലി യു വിൽ ബി ഓൾവേസ് ഹാപ്പി, ബിക്കോസ് എവറി ഡിസിഷൻ ഓഫ് യേഴ്സ് വിൽ ബി based on the grace that is granted by God and that is filled in you. നിങ്ങളിൽ എന്നിൽ നിലനിൽക്കുന്ന ഗ്രേസിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ, നമ്മൾ ചിന്തിക്കുന്നത് നേർരേഖയിലായിരിക്കും. അതുകൊണ്ട് ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, ഇത് ഒന്നാമത്തെ ഞാൻ നിങ്ങൾക്ക് പറയുവാനായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, ലെറ്റ് മദർ മേരി ഗിവ് യു എ ലെയർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ഇൻ യു. നിങ്ങളിൽ നിലനിൽക്കേണ്ടുന്നതായ കൃപ, ദൈവത്തിന്റെ കൃപയുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ പരിശുദ്ധ ദൈവമാതാവ്, ശുദ്ധിമതിയായ ദൈവമാതാവ് ഇന്ന് നമുക്ക് ഒരു നല്ല ലെയറായി, ഒരു മോഡലായിരിക്കട്ടെ. സോ ഇന്ന് മുതൽ നമുക്ക് ചിന്തിക്കേണ്ടുന്ന ഒന്ന്, താഴത്തിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവമേ, എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറ്റ്സ് ദ ഗ്രേസ് ഓഫ് ഗാഡ്. അതുകൊണ്ട് എൻ്റെ തീരുമാനങ്ങൾ ഓരോന്നും എൻ്റെ ജീവിതത്തിന് ഉള്ളിൽ തന്നെ എനിക്ക് ആ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? Can I experience that internal happiness? Can I experience somebody else's joy? When somebody is in distress, can I feel that their distress is also my distress? If it is so that you have the grace. Be it any case, നമ്മൾ അതിന് വലിയ തരത്തിൽ, ഇന്റർനാഷണൽ തലത്തിൽ പറയുമ്പോഴാണ് അതിന് റേസിസം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ എന്ന് പറയുന്നത്, another human being like you is brutally beaten up, and you feel uncomfortable because there is a grace in you feeling that, or maybe giving you the idea that God in you is asking you, is it not your brother? Is it not your sister? Is it not you yourself? അപ്പൊ അത് ആരുടെ ജീവിതത്തിലായാലും, നമ്മുടെ കുടുംബത്തിലായാലും, ഇത് ഇന്റർനാഷണൽ തലത്തിൽ നമ്മൾ ഒരു പക്ഷേ റേസിസം എന്ന് പറഞ്ഞാൽ ജെൻഡർ ബയാസ് എന്നൊക്കെ പറയും. ജെൻഡർ, മേ ബി നമ്മൾ പറയാറുണ്ട് മെൻ വിമൻ ഇഷ്യൂസ്, ഇതൊക്കെ വലിയ തലത്തിൽ പറയുന്നുണ്ട്. ബട്ട് ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് അറ്റ് ഹോം. ഞാൻ ഈ അടുത്ത കാലത്ത് ബ്രിസ്ബെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫാമിലി കോൺഫറൻസിന് പോയി. അവിടെ ഫാമിലി കോൺഫറൻസിൽ ഒരു സമയത്ത് യൂത്ത് വിങ്ങിന്റെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോയി. സോ വി ഹാഡ് ദിസ് ഡിസ്കഷൻ ഓൺ സർട്ടൻ തിങ്സ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ ജെൻഡർ ബയസിനെ പറ്റി വന്നപ്പോൾ കുട്ടികൾ ഇങ്ങനെ അന്യോന്യം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആൻഡ് ഇന്ത്യൻ പേരൻസ്, ദേ ഡോണ്ട് റെസ്പെക്ട് ദംസെൽവ്സ് ആൻഡ് ദേ ഡോണ്ട് റെസ്പെക്ട് ഈച്ച് അതർ എന്നിങ്ങനെ പറയുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, എന്താ, വാട്ട് ഇസ് ദ റീസൺ? അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഇങ്ങനെ ഒരു പെൺകുട്ടി പറഞ്ഞു, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പ എൻ്റെ അമ്മയെ ആ ഒരു റെസ്പെക്ട് കൊടുക്കാറില്ല. ആൻഡ് ഹി ഈസ് മോർ ലൈക്ക് എ patriotic man with manhood. അപ്പോ വേറൊരു പയ്യൻ അവിടെ ഇരുന്ന് പറഞ്ഞു, no, it shouldn't be seen in that way. I mean, the father is a house head, and then he should speak out, and women should obey it. എന്താണെങ്കിൽ ഇവർ തമ്മിൽ വളരെ വാഗ്വാദമായി. ഞാൻ അവരോട് ചോദിച്ചു, will you be able to keep gender balance when you become a family? Both of them said yes. അപ്പൊ ഞാൻ അവരോട് പിന്നീട് ചോദിച്ചു, എനിക്കിവരെ അറിയാമായിരുന്നു. അവരെ ആരായിരുന്നു അറിയാമോ? ഇതേ പേരൻസിന്റെ മകളും മകനുമാണ് ഇരുന്ന് വാദിക്കുന്നത്. 2 ലേയേഴ്സ് ഉണ്ട് അവിടെ. ഒന്ന്, പേരൻസ് കാണിച്ചതാണ് കുഞ്ഞുങ്ങൾ ഇവിടെ കാണിക്കുന്നത്. സോറി, പക്ഷേ പേരൻസ് കാണിച്ചത് കുഞ്ഞുങ്ങൾ കാണിച്ചിട്ട് അവർ യൂണിയിൽ പഠിക്കുന്ന കുട്ടികളാണ്. യൂണിയിലായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലെയർ അവരുടെ തലയിൽ നിന്ന് മാറുവാൻ സാധിച്ചിട്ടില്ല. ദേ ആർ ഓൾസോ ഗോയിങ് ടു ഡു ദ സെയിം തിങ്.
അപ്പൊ ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യം, ഇഫ് യു കനോട്ട് എക്സ്പീരിയൻസ്, യു കനോട്ട് റെസ്പെക്ട് ഈച്ച് അതർ, യു കനോട്ട് റെസ്പെക്ട് യുവർ സിസ്റ്റർ ആസ് സിസ്റ്റർ ആൻഡ് ആസ് എ വുമൻ, and respect your brother as a man and have a cohesive way of understanding, how will you respect your wife or maybe husband after some time? It's not possible. നമ്മളിങ്ങനെ വലിയ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ പറയും, ബട്ട് വി ഡോണ്ട് ഡു അറ്റ് ഹോം. നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ചിന്തിക്കുന്ന കാര്യമുണ്ട്. നമ്മൾ സഭാ ചരിത്രത്തിൽ, ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയുകയാണ്, നമ്മൾ സഭയുടെ ഇപ്പോഴത്തെ വലിയ പ്രശ്നങ്ങളെ പറ്റി നമ്മൾ പറയാറുണ്ട്. ഓർത്തഡോക്സ് സഭ, യാക്കോബ സഭ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതാണ്. നമ്മളെല്ലാം അതിനോട് ഒത്തിരി ചേർന്നിരിക്കണം. നമ്മുടെ സഭ അനുഭവിക്കുന്ന പീഡനങ്ങളെ പറ്റിയൊക്കെ പറയാറുണ്ട്, പീഡകളെ പറ്റി പറയാറുണ്ട്. പക്ഷെ ഇതിന്റെ തന്നെ ലെയറുകൾ നമ്മുടെ ഇടവകകളിലുണ്ട്. ഇതിന്റെ തന്നെ ലെയറുകൾ അന്യോന്യം രണ്ട് പേർ തമ്മിൽ മിണ്ടാതിരിക്കുന്നവരുണ്ട്. അവർ ഒരു കാരണവശാലും അവർക്ക് മുമ്പോട്ട് അടുത്തു പോകാൻ പറ്റില്ല. രണ്ട് കൂട്ടങ്ങളുള്ള പള്ളികളുണ്ട്, രണ്ട് ഗ്രൂപ്പുള്ള പള്ളികളുണ്ട്. അച്ഛനോട് ഇടപെടുന്ന ആളുകളുണ്ട്, ഇടപെടാത്ത ആളുകളുണ്ട്. പള്ളിയിൽ വരുന്നവരുണ്ട്, പള്ളിയിൽ വരാത്തവരുണ്ട്. അപ്പൊ it's very easy for us to talk about international things and say that church cannot be do like this faction should not do like this to this faction. But why don't you heal your own parish? It is not two factions, it is one faction, that is Jacobite church, but still we keep these layers. This is where we have, ഇതിന് കർത്താവ് പറഞ്ഞൊരു വാക്ക് ഹിപ്പോക്രസി എന്നാണ്. എന്താണെങ്കിൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല, അത് മറ്റൊരു വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യും. അയ്യോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു വരട്ടെ, എൻ്റെ സമയം കുറഞ്ഞു വരുന്നു, ഇന്ന് പറയേണ്ടുന്നതായ സമയം കുറഞ്ഞു വരുന്നു. അപ്പോൾ ഒന്നാമത്തേത് ഞാൻ പറഞ്ഞുള്ളൂ, ഇനി രണ്ടാമത്തത് ഇത്രയും ദീർഘമായി പറയുവാനുള്ള സമയമില്ലാത്തതിനാൽ ഞാൻ ചുരുക്കമായി പറയുന്നു. എന്തായിരിക്കും അമ്മ ഈ സമയത്ത് ചിന്തിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, കുറെ ലെയറുകൾ ചിന്തിച്ചിട്ടുണ്ടാകും. തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പുരുഷൻ അറിയാതെ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നതിന്റെ ഇമേജാണ് ഞാൻ പഴയ നിയമത്തിൽ നിന്ന് പറഞ്ഞത്. അതേപോലെ മറ്റൊരു കാര്യം ശുദ്ധിമതിയായ മാതാവ് പക്ഷെ ചിന്തിച്ചിരിക്കും. ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞുണ്ടാകും എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് ആരായിരിക്കണം എന്നുള്ളതിനെ പറ്റി എല്ലാവരുടെയും ആഗ്രഹമാണ്, മൈ സൺ ഓർ ഡോട്ടർ ഷുഡ് ബി ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പൊ ആര് ചോദിച്ചാലും, ഓ എന്റെ കുഞ്ഞ് കൊള്ളാം, ഇതിനെ പോലുള്ള കുഞ്ഞുങ്ങളാണ് മനുഷ്യനുണ്ടാകേണ്ടതെന്നൊക്കെ പറയാം. അപ്പൊ ഈ മറിയമിന്റെ ഉള്ളിൽ ചിന്തിച്ചു കാണും, ഈ പ്രജ ആരാണെന്നും പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടുകയാണെ നന്നായിരിക്കും, അല്ലെ? ഏതാണ് കുഞ്ഞെന്നറിയാമോ? പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിൽ ഈ കുഞ്ഞിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഈ വരാൻ പോകുന്ന, താൻ യെസ് എന്ന് പറഞ്ഞ് മാലാഖ സമ്മതിച്ചാൽ എന്റെ ഉള്ളിൽ വളരുവാൻ പോകുന്ന കുഞ്ഞ് ആരായിരിക്കുമെന്ന് മാതാവിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 61-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചാൽ മനസ്സിലാകും. പീഡിതരോട് സുവിശേഷം ഘോഷിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും സുഖപ്പെടുത്തുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം പ്രസംഗിപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ രക്ഷാദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതരെ എല്ലാം ആശ്വസിപ്പിക്കുവാനും സിഹിയോനിലെ ദുഃഖിതർക്ക് വെണ്ണീറിന് പകരം മഹത്വവും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും സങ്കടമുള്ള മനസ്സിന് പകരം സ്തുതി എന്ന മേലങ്കിയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഈ അയച്ചിരിക്കുന്നു എന്ന് പറയുന്ന പൈതലിനെയാണ് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് മാലാഖ ചോദിക്കുന്ന ചോദ്യം. ഏതമ്മയാ ഇതിന് നോ പറയണത്? തന്നെയുമല്ല, ഞാൻ പറഞ്ഞല്ലോ, താൻ ദേവാലയത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ സമൂഹത്തിന്റെ മറ്റൊരു ഭാഗം കണ്ടതുമാണ്. ഇങ്ങനെ കുറെ വികലതകൾ ഉള്ളിടത്ത് ഇവയൊക്കെ ഒന്ന് നേരെയാക്കാൻ ഒരാളിനെ ആവശ്യമാണെങ്കിൽ ആ ആവശ്യമുള്ളവൻ എന്റെ പ്രജ തന്നെ ആയിക്കഴിഞ്ഞാൽ, എന്റെ കുഞ്ഞ് തന്നെ ആയിക്കഴിഞ്ഞാൽ എത്ര നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഞാൻ പറയാറുണ്ട്, 1-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചതാണ്, 1-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം വായിച്ചിട്ട് അവിടെ ഒരു വലിയ പോസ് ഉണ്ടാകുമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 37-ാമത്തെ വാക്യം എന്താണ്? എന്തെന്നാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. മറിയം ഇത്രയും ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ അങ്ങ് ഇമാജിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അതിന്റെ അവസാനം മറിയം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ. മാലാഖ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഷീ അക്സെപ്റ്റഡ്, ഷീ സെലക്ടഡ് ദ റൈറ്റ് വൺ. She could choose the right thing because there was grace. There is completely grace in her. അപ്പൊ അതുകൊണ്ട് എന്നാ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. She said yes, yes Lord. എന്താ പറഞ്ഞത്? നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ. അതിനടുത്ത ഒരു വലിയ കുറെ ലെയറുകളുള്ള ഭാഗമാണ് ഇനി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ.
നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ലെറ്റ് ഗോഡ്സ് വേർഡ് ഗ്രോ ഇൻ മീ, ലെറ്റ് ഗോഡ്സ് വേർഡ് ഹാപ്പൻ ഇൻ മീ. ദൈവത്തിന്റെ വചനം എന്നിൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തെ പറ്റി നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ. ദൈവത്തിന്റെ വചനം എന്താണ് എന്നൊക്കെ 19-ാം സങ്കീർത്തനം വായിച്ചാൽ നന്നായിട്ട് മനസ്സിലാകും എന്താണ് ദൈവത്തിന്റെ വചനം. അപ്പൊ ഈ ദൈവത്തിന്റെ വചനം ആണ് മറിയമിനെ പിന്നീട് വേറൊരു തലത്തിലൂടെ യാത്ര ചെയ്യുവാനായി നടത്തുന്നത്. മറിയമിന്റെ യാത്രയെപ്പറ്റി വീണ്ടും പറയാൻ നമുക്ക് സാധ്യമില്ല, സമയമില്ല. എന്താണെങ്കിലും ഈ വചനത്തിന്റെ ശക്തിയിൽ എൻ്റെ ജീവിതമായിരിക്കട്ടെ എന്നാണ് മറിയം അവസാനം പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വചനം എന്ന് പറയുന്നത് അറിയാം? ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിന്റെ സൗന്ദര്യം കൊണ്ടാണ് കേട്ടോ. ഈ 19-ാം സങ്കീർത്തനം ഒത്തിരി സൗന്ദര്യമുള്ള, ഒത്തിരി പോയറ്റിക് ആയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്ഥിരമായി വായിക്കുന്ന ഒന്നാണ്. ഞാൻ വീട്ടിൽ കുഞ്ഞുങ്ങളെ സ്ഥിരമായി വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 19-ാം സങ്കീർത്തനം. നമുക്കറിയാം, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശത്തിന്റെ വിധാനം തന്റെ കൈപ്പണി അറിയിക്കുന്നു, പകൽ പകലിന്റെ വാക്കിനെ ഉച്ചരിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവിനെ അറിയിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അതിന്റെ 7-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: കർത്താവിന്റെ വചനം, വേദപ്രമാണം എന്നാണ് പറയുന്നത്, വചനം കറയില്ലാത്തതും ആത്മാവിനെ തിരിക്കുന്നതുമാകും. കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസയോഗ്യം, ശിശുക്കളെ ജ്ഞാനമുള്ളതാക്കുന്നു. കർത്താവിന്റെ പ്രമാണങ്ങൾ ചൊവ്വുള്ളവയും. ഈ വാക്ക് നല്ല രസമാണ്. നമ്മൾ സാറിന് ഒരു ചൊവ്വില്ല അച്ഛാ, വീട്ടിലൊരു ചൊവ്വില്ല എന്നൊക്കെ ചില ആളുകൾ പറയും. അവൻ ചൊവ്വില്ല അച്ഛാ, അവൻ അല്ലെങ്കിൽ ആ സമൂഹം ചൊവ്വില്ല, അല്ലെങ്കിൽ ആ വീട് ചൊവ്വില്ല അച്ഛാ ഒക്കെ പറയുമ്പോൾ ഇത് ചൊവ്വാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് കർത്താവിന്റെ വേദപ്രമാണത്തിലുണ്ട്. കർത്താവിന്റെ പ്രമാണങ്ങൾ ചൊവ്വുള്ളവയും, പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതും ആകുന്നു. കർത്താവിന്റെ കൽപ്പന തിരഞ്ഞെടുക്കപ്പെട്ടതും കണ്ണുകളെ പ്രകാശമുള്ളതുമാക്കുന്നു. ഇങ്ങനെ അങ്ങ് പറയുകയാണ്. കർത്താവിന്റെ ഈ വചനത്തെ പറ്റി കൂടുതലായി വീണ്ടും പഠിക്കുവാനായിട്ട് സമയത്തിന്റെ കുറവുണ്ട്, ഞാനത് നിർത്തിയിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, രണ്ടാമത് നമുക്ക് അതുകൊണ്ട് തരുന്ന ചിന്ത എന്ന് പറയുന്നത്, ശുദ്ധിമതിയായ മാതാവ് അടുത്തൊരു ലെയർ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ ഗ്രേസ് ഉണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദ വേർഡ് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? allowing oneself to work, allowing the gospel of God to work in us. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിപ്പിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. Once you have the gospel inside, you're a completely different person. So the gospel starts from the grace. ഗ്രേസ് ഉള്ളിൽ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദൈവത്തിന്റെ വചനം വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വർഷിക്കണം എന്നാണ്. വചനം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ എടുക്കുന്നതൊക്കെ വചനത്തിലൂടെ ആയിരിക്കും. വചനം എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം. വചനം ദൈവമായിരുന്നു എന്നാണ് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ നമുക്കറിയാം വചനത്തിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ്. വചനം ആരാണ്, വചനം എന്താണ്, വചനത്തിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത് എന്നാണ് തുടങ്ങുന്നത് 1-ാം അധ്യായം. വചനം ആദിയിലേ ഉണ്ടായിരുന്നു, ഈ വചനം ദൈവസന്നിധിയിലായിരുന്നു, ഈ വചനം ദൈവമായിരുന്നു, ആദിയിലെ ഈ വചനം ദൈവസന്നിധിയിലായിരുന്നു, സർവ്വതും താൻ മുഖാന്തരമുണ്ടായി. മറിയം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, വചനം പോലെ ഭവിക്കട്ടെ. അപ്പൊ ജീവിതത്തിന്റെ ഇന്ന് നാം എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, നാം ആയിരിക്കുന്ന പ്രതികൂലതകളുടെ ഇടയിൽ, എല്ലാ പ്രതികൂലതകളുടെ ഇടയിൽ വചനത്തോട് ചേർന്ന് മറിയമിന്റെ ആ വലിയ മധ്യസ്ഥതയിൽ ജീവിക്കുവാനുള്ള സാധ്യത തിരഞ്ഞെടുത്താൽ നാം കാണാത്ത പലതിനെയും നാം കാണും. നാം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത സകലതും തിരിച്ചറിയുവാൻ സാധിക്കും എന്നാണ് യെരമ്യാ പ്രവാചകൻ നമ്മളോട് പറയുന്നത്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം, അതിന്റെ 3-ാം വാക്യം നമ്മൾ വായിച്ചാൽ അത് നമുക്ക് ഈ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന ഒന്നാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഈ വാക്യം നിങ്ങൾ മറക്കില്ല, കാരണം 33:3 333 ആണ്. 33-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ നിനക്ക് ഉത്തരമരുളും, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത മഹത്വവും ശക്തവുമായവ ഞാൻ നിങ്ങളെ കാണിക്കും. ഞാൻ ഒന്നുകൂടെ വായിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം: നീ എന്നെ വിളിക്ക,
ഞാൻ നിനക്ക് ഉത്തരമരുളും. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത മഹത്വവും ശക്തവുമായവ ഞാൻ നിന്നെ കാണിക്കും. എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു. ഈ ഗോഡ് ഹ്യൂമൻ കണക്ടിവിറ്റിയിൽ if you have that grace in you, if you are filled with God's grace, and then if you can have the word within you, വചനം ദൈവമാകുന്നു, the word within you, പിന്നെ നിങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. അവിടെ ഈ കോവിഡ് എന്നൊക്കെ പറയുന്നത് വലിയ പ്രതിസന്ധിയൊന്നും അല്ല. ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതൊന്നും വലിയ പ്രതിസന്ധിയായി കാണേണ്ട ആവശ്യമില്ല. ഇതൊന്നും കാര്യങ്ങളല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇനി മുമ്പോട്ട് എന്തായിരിക്കും നമ്മുടെ ഭാവി, ലോകം ഇനി എങ്ങനെയാകും, ഇങ്ങനെ നമ്മൾ നിരാശയിലേക്ക് ചാടിയിട്ടൊരു കാര്യമില്ല. കാരണം നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ഇതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മളെടുക്കുന്ന ജീവിതത്തിന്റെ ഓരോ ലെയറുകളിലും ദൈവത്തിന്റെ സാന്നിധ്യം സാധ്യതകളെ തിരിച്ചറിയിക്കുന്നതാകുന്നുവെന്ന് മാത്രമേ നമുക്ക് ഇടവരേണ്ടതായിട്ടുള്ളൂ. അത് ചെറിയ ചെറിയ ബന്ധങ്ങളിൽ തുടങ്ങി. സത്യത്തിന് ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കൊച്ചു ബന്ധങ്ങളാണ്. ഞാൻ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയട്ടെ, പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതാണ്. The best way to express God's love to the world is your wife, if you're a married person. Through your wife, you can tell the whole world that God exists. Even vice versa. To your wife, all wives, imagine, it is the best way, your husband is the best way to express God's love to the world. Your children, and your parents, and your priest in the church, your families you meet in the church. These are the people through whom you can literally reveal God's love to the world. And then you go out and meet people who need your hand, a helping hand. People who need your empathy, your embrace, your love for each other, your care for someone. Just explicit your love in God through them. എത്ര മനോഹരമായി നിങ്ങളുടെ സ്ട്രീറ്റിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ ആ ആളിനോട് സംസാരിക്കുവാൻ സാധിക്കുന്ന നിങ്ങളുടെ മനസ്സുണ്ടല്ലോ. നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട്, ഞാനത് ലീഗൽ സിസ്റ്റം ഓരോ രാജ്യത്തിന് വ്യത്യാസമുണ്ട്, ആ ലീഗൽ സിസ്റ്റത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് സാധിക്കുന്ന ചില ലെയറുകളുണ്ട്. ആ ലെയറുകൾ കാണുവാൻ സാധിക്കണം. അവിടെയാണ് ദൈവത്തിന്റെ ആ സാധ്യത നമ്മളിലൂടെ മറ്റുള്ളവർ കാണുവാൻ സാധിക്കുന്നതെന്ന് ഓർപ്പിക്കട്ടെ. ഞാൻ എൻ്റെ ബാംഗ്ലൂർ ജീവിച്ചപ്പോൾ കുറച്ചു നാള് അവിടെ ഞാൻ താമസിച്ച സമയം ഒക്കെ തന്നെ കന്റോൺമെന്റ് സ്റ്റേഷന്റെ അടുത്ത്, ബാംഗ്ലൂർ കന്റോൺമെന്റ് സ്റ്റേഷന്റെ അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ എൻ്റെ മാസ്റ്റേഴ്സ് പഠനത്തിന് ശേഷം ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞാൻ ഇങ്ങനെ താമസിക്കുമ്പോൾ അവിടെയുള്ള കോൾസ് പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത്, കോൾസ് പാർക്ക് എനിക്ക് കാണാം, വീട്ടിൽ നിന്ന് കാണാം, അങ്ങനെ അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കോൾസ് പാർക്കിൽ പലപ്പോഴും നടക്കുവാൻ പോകും. കോൾസ് പാർക്കിന് 4 ഗേറ്റുകളുണ്ട്, 4 സൈഡിൽ 4 ഗേറ്റുകളാണ്. ഞാൻ താമസിച്ചിരുന്ന വീടിന്റെ അതുവഴി പോകുന്ന ഗേറ്റിന്റെ അവിടെ ഒരു മനുഷ്യൻ, ഒരു കോബ്ലർ ഇരിപ്പുണ്ട്, ഒരു ചെരുപ്പ് കുത്തുന്ന ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. അപ്പൊ ഈ അദ്ദേഹത്തെ ഞാൻ എന്നും കാണുമ്പോൾ ചിരിച്ചു കാണിക്കും. അങ്ങനെ കുറെ സമയങ്ങൾ ഞങ്ങൾ തമ്മിൽ നല്ല പരിചയമായി. അപ്പൊ ഈ മനുഷ്യനുമായിട്ട് നടന്നൊരു സംവാദം എൻ്റെ മനസ്സിൽ നിന്ന് മാറാതെ കിടക്കുന്നതൂടെ ഇതിന്റെ ചേർത്ത് വെച്ച് വായിച്ചാൻ അവസാനിപ്പിക്കാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ നിത്യജീവിതത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാനായി നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അതാണ് നമ്മുടെ തീരുമാനം. അത് നമ്മുടെ ഉള്ളിലങ്ങ് സന്തോഷത്തിന്റെ തിമിർപ്പായിരിക്കും. പുറത്തുള്ള എല്ലാ പ്രയാസങ്ങളിലും നമ്മൾ ഈ ദൈവത്തിന്റെ ഈ സന്തോഷത്തിൽ നമുക്ക് നിൽക്കുവാൻ സാധിക്കും. കാരണം ഗ്രേസ് ഇസ് ദെയർ വിത്തിൻ യു. ഞാൻ ഈ മനുഷ്യനെ കാണുവാൻ പോകും. ഒരിക്കൽ ഞാൻ വീട്ടിലുള്ളതായ ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയപ്പോൾ, ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോയപ്പോൾ അത് കെട്ടിക്കുവാനായിട്ട് അവിടെ ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്തിരുന്നു. അവിടെ ചെന്ന് അത് കൊച്ചു ടാർപ്പായൊക്കെ ഇട്ട്, കേരളത്തിൽ ഇന്ത്യയിലെ ചില സാഹചര്യങ്ങൾ അറിയാമല്ലോ, ചെറിയ ടാർപ്പായിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു മാരിമുത്തു എന്നാണ്. മാരിമുത്തു അത് നേരെ അപ്പുറത്ത് തന്നെ കോൾസ് പാർക്കിന്റെ അവിടെ ഒരു സിഗ്നൽ ജംഗ്ഷൻ ഉണ്ട്, അവിടെ ഭിക്ഷയാചിക്കുന്നുമുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ചെറിയ വരുമാനം, ഇവരിങ്ങനെ അവിടെ തന്നെ കിടന്നുറങ്ങുന്നവരാണ്.
ഞാൻ ഈ മനുഷ്യന്റെ അടുത്ത് ഇവിടെ ചെന്നിരിക്കും. ഇത് പല പ്രാവശ്യം പോയിരുന്നിട്ടുണ്ട്. ഈ സമയത്ത് ചെരുപ്പ് ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് ചെരുപ്പ് കുത്തിയതിന് ശേഷം അദ്ദേഹം എനിക്ക് തിരികെ ചെരുപ്പ് തന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് എത്രയാണ് ഇതിന്റെ പണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എത്രയെങ്കിലും ഇങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഇല്ലില്ല, ഇതിന്റെ എത്രയാണ് കൂലി എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്ത ജോലിയുടെ കൂലി തരാൻ സാധിക്കുകയില്ല, അതിന്റെ വർത്ത്, അതിന്റെ വില നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ ജീവിതത്തിൽ ഇതുവരെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു വലിയ ലെയറിനെയാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. യെസ്, ദോ ഈസ് എ കോബ്ലർ, ഞാനും അദ്ദേഹവും തമ്മിലുള്ള ഈ ബന്ധത്തിന്റെ വില വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ഷോൾഡറിൽ കൈയിട്ടു. ഈ കൈയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആ ബോലിയെ എത്ര? അദ്ദേഹത്തിന് ഹിന്ദി അറിയാവുന്ന, ബോലിയെ കിത്നായ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നൈ മേം ബോൾത്തന്നെ, ഞാൻ പറയില്ല, എത്ര ആണ് നിങ്ങൾക്ക് തരാൻ സാധിക്കും, നിങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തന്നില്ലെങ്കിലോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ തന്നില്ലെങ്കിലോ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, യു ടേക്ക് ഇറ്റ് ആൻഡ് ഗോ. ഇഫ് യു ഡോണ്ട് ഗിവ് മീ, ദാറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ് or difference for me, because I do this work is my life, and I don't look at the monetary side or finance side of it. എനിക്കറിയില്ല ഞാൻ സംസാരിക്കുന്നത് ഒരു ഫിലോസഫറോടാണോ അതോ ഒരു കോബ്ലറോടാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഐ നോ യു, എന്നും കാണുന്നതാണല്ലോ. എന്നിട്ട് അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല. അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഇതാണ്, ഈ ദൈവത്തിന്റെ പ്രസൻസ് ഇവിടെ കാണുന്നു എനിക്ക്. ഐ ക്യാൻ സീ ഗോഡ് ഹിയർ എന്ന് പറയുന്ന വാക്കാണ് പറയുന്നത്. ഇങ്ങനെയുള്ള മൊമെന്റുകളിലാണ് ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതൊരു കോബ്ലർ ആയതുകൊണ്ട് നമ്മൾ കോബ്ലർ വരെ ചെല്ലണമെന്നല്ല. ഞാൻ പറഞ്ഞാൽ ഈ സാഹചര്യം നമ്മളുടെ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് പറ്റും. നാം നിൽക്കുന്ന ഏത് രാജ്യത്താണെങ്കിലും, നാം ജീവിക്കുന്ന ഏത് കുടുംബത്താണെങ്കിലും, നാം പോകുന്ന ഏത് പള്ളിയിലാണെങ്കിലും, നാം കാണുന്ന ഏത് ആളുകളുടെ ഇടയിലാണെങ്കിലും, there is a layer whereby you can experience the grace and also you can show this word, the gospel to other people. അതാണ് നമ്മളെ പറ്റി ദൈവത്തിന്റെ ഇന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ശുദ്ധിമതിയായ അമ്മ ഒന്നാമത് നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് ഉള്ളിൽ കർത്താവ് എന്നിൽ ഗ്രേസ് കണ്ടെന്ന് പറഞ്ഞതുപോലെ ഉള്ളിൽ ഗ്രേസ് ആയി കഴിഞ്ഞാൽ you can have a free decision, a free life that life will be filled with love and care for each other. രണ്ടാമത് പറയുന്നു, അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിച്ചാൽ, നമ്മൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് വചനത്തെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. വചനം എന്ന് പറഞ്ഞാൽ ഗോസ്പലാണ്. ആ ഗോസ്പൽ നമുക്ക് മറ്റുള്ള ഒരാൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഈ ദൈവസ്നേഹത്തിലൂടെയാണ്. ആരുമായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യമുള്ളവരായിക്കൊള്ളട്ടെ, അവർക്കൊക്കെ ഈ ദൈവസ്നേഹത്തിന്റെ ആവശ്യമുണ്ട്. അതിനാണ് സത്യത്തിന് സുവിശേഷീകരണം എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കോബ്ലറും ഞാനും തമ്മിൽ ഒരു സുവിശേഷീകരണമാണ് നടന്നത്. സത്യത്തിന് ഇന്ന് പലപ്പോഴും സുവിശേഷീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോയി ട്രാക്ട് വിൽക്കുക അല്ലെ പ്രസംഗിക്കുന്നത് മാത്രമാണ്. ബട്ട് ഐ ബിലീവ് ദാറ്റ് വാസ് ഗോസ്പലൈസേഷൻ. That is the event where we were exchanging God's word, God's love to each other. അത് നമുക്ക് നിത്യജീവിതത്തിൽ സാധിക്കും. അതിനും പരിശുദ്ധ അമ്മ നമുക്ക് പറയുന്ന ഏറ്റവും വലിയ വാക്കാണ്. എന്ത് വാക്യത്തിലൂടെ പറയുകയാണ്, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. എല്ലാ ദിവസവും മറിയമിന്റെ, ശുദ്ധിമതിയായ മാതാവിന്റെ ഈ വചനത്തെ നമുക്ക് ഓർക്കാം. അവൾ പൂർണ്ണമായ കൃപയുള്ളവളായിരുന്നു. ദൈവത്തിന്റെ വചനം മാത്രം ആഗ്രഹിച്ചവളായിരുന്നു. അതുകൊണ്ട് പുറത്തുള്ള എല്ലാ പ്രതിസന്ധിയുടെ ഇടയിലും, തന്റെ മകന് വേണ്ടി ജീവിക്കുമ്പോഴും പ്രയാസമുള്ളപ്പോഴും ഒക്കെ തന്നെ താൻ ഉള്ളിൽ സന്തോഷിച്ചിരുന്നു. കാരണം താൻ ദൈവത്തിന്റെ മാതാവായി തീർന്നു. അവസാനം അതാണ് സംഭവിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലൂടെ നാം കാണുന്നത്, യഹൂദ്യ സാഹചര്യത്തിലേക്ക് ജീവിച്ചു വളർന്ന യേശു തന്റെ 3-ാം ദിവസമുള്ള ഉത്ഥാനത്തിലൂടെ സർവ്വലോകത്തിന്റെയും ദൈവം, തൃത്വത്തിൽ ഒരുവനായ ദൈവമാണെന്ന് വെളിപ്പെട്ടപ്പോൾ താൻ ആരുടെ മാതാവായി മാറി? അതുവരെ മറിയമിന്റെ മകനായ യേശു എന്ന് പറഞ്ഞതാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 2-ാം വാക്യം. ഇവൻ മറിയയുടെ മകനല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നീട് ആ മറിയ ആരായി മാറി? ദൈവത്തിന്റെ മാതാവായി മാറുകയാണ്. അപ്പൊ ഇത് ദൈവമാതാവായി തീരുവാൻ നമുക്ക് വലിയ സാധ്യതയാണ് പരിശുദ്ധ അമ്മ നൽകുന്നത്. അപ്പൊ നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ മാതാവെന്ന് വിളിക്കപ്പെടുവാൻ, സ്ത്രീകളാണെങ്കിൽ ദൈവത്തിന്റെ പുത്രനായി തീരുവാൻ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടുന്നതെന്ന്. അങ്ങനെ ദൈവത്തിന്റെ മാതാവ്, പുത്രൻ, പുത്രി, പിതാവ് എന്നൊക്കെയുള്ള എല്ലാ ലെയറുകളും നമുക്ക് കിട്ടും. ഒരു പ്രയാസവുമില്ല. എന്നാൽ ഈ 2 കാര്യങ്ങൾ, നാം ജീവിക്കുന്നത് ദൈവത്തിന്റെ ഗ്രേസിനുള്ളിലാണെന്നും, രണ്ടാമത് ആ ഗ്രേസിലൂടെ
വചനത്തെ മാത്രം സ്വീകരിക്കുകയും വചനത്തെ പുറത്തേക്ക് തള്ളുവാൻ, കർത്താവിന്റെ വചനത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, അത് ചെറിയ ചെറിയ സാഹചര്യങ്ങളിലാണെങ്കിലും ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും ഇത് ഷെയർ ചെയ്യുവാൻ സാധിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു സാധ്യതയും, അങ്ങനെ താൻ വഹിച്ച ക്രിസ്തു നമ്മളിലേക്ക് കടന്നു വരികയും അതാണ് വചനം, ക്രിസ്തുവിലൂടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയും നിത്യമായി ജീവിക്കുന്ന, അതിനാണല്ലോ എസ്കറ്റോളജി എന്നൊക്കെ നമ്മൾ പറയുന്നത്, നിത്യമായി നാം ജീവിക്കുവാൻ ഒരുങ്ങുമ്പോൾ അത് ക്രിസ്തുവിനോട് തന്നെ ആയിത്തീരും, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ തന്നെ ആയിത്തീരും എന്നുള്ളത് ഉറപ്പുവരുത്തുവാൻ ഈ സാഹചര്യങ്ങൾ ഇവിടെ വെച്ച് തുടരുവാനുമുള്ള ഒരു വലിയ വിളിയാണ് ശുദ്ധിമതിയായ മാതാവിന്റെ ഈ ജനന പെരുന്നാളിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതെന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ജനനീ മറിയാമിന്റെയും സ്നാപകയോഹന്നാന്റെയും പ്രാർത്ഥന കേട്ടിയത്തികൾ മേൽ കരളലിവാൻ കൃപ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രത്യേകിച്ച് നിന്റെ അമ്മയുടെ ജീവിതത്തോട് ചേർന്ന് നിന്ന് നീ തിരഞ്ഞെടുത്ത നിന്റെ അമ്മയ്ക്ക് പൂർണ്ണമായി നിന്റെ കൃപയിൽ തന്നെ ജീവിക്കുവാൻ സാധിച്ചതുപോലെ നാഥ, ആ കൃപയിലൂടെ ജീവിപ്പാൻ, നീ കൊടുത്ത കൃപയിലൂടെ, അവൾ കണ്ടെത്തിയ ആ കൃപയിലൂടെ ഞങ്ങൾക്കും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചാൽ ദൈവവചനം തിരഞ്ഞെടുക്കുമെന്ന് തീർച്ചപ്പെടുത്തുവാൻ, ആ തിരഞ്ഞെടുക്കപ്പെട്ട വചനം ലോകത്തിന് കൊടുക്കുവാൻ ഞങ്ങളെ തന്നെ സഹായിക്കണമേ. അത് ഏത് സാഹചര്യങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോഴും, ഏത് തുറയിലായിരിക്കുമ്പോഴും അങ്ങനെയുള്ള ഒരു വലിയ സാധ്യതയ്ക്കായി ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അത് മുഖാന്തരം പുറത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രയാസങ്ങളിലും കൊടുങ്കാറ്റുകളും മഹാമാരികളും രോഗങ്ങളും ദുഃഖങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്നാലും ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ഹൃദയം നിന്റെ പൂർണ്ണതയിലുള്ള അവിടുത്തെ കൃപയിലും ഞങ്ങൾ നിറഞ്ഞിരിക്കുന്നതിൻ്റെ വചനത്തിലുമാകയാൽ ആരെ ഭയപ്പെടേണ്ടു? അവങ്കിലേക്ക് നോക്കിയവർ ലജ്ജിതരായില്ല എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി ലജ്ജപ്പെടാതെ പൂർണ്ണമായി നിന്നിൽ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിലൂടെ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ ലോക ജീവിതത്തിൽ നിന്നെ പ്രകീർത്തിക്കുവാനും നിന്റെ ജീവിതത്തോട് ചേർന്നിരിപ്പാനും തുടർന്നുള്ള ജീവിതവും നിത്യമായി നിന്നോടൊപ്പമായിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങൾക്ക് തരുന്ന, അങ്ങനെ വളരുവാൻ ഞങ്ങൾക്ക് തരുന്ന ഇടവകയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു, സഭയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെങ്കിലും നിന്നോട് പ്രാർത്ഥിക്കുന്നു, ലോകത്തിൻ്റെ സാഹചര്യങ്ങളെ നീ അവിടുന്ന് കാണണമേ. അവിടുന്ന് അതിന് പൂർണ്ണമായി നിന്റെ സൗഖ്യത്തിൻ്റെ കരങ്ങളെ നീട്ടിത്തരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. ഈ ഭൂമിയെ മുഴുവനായി തിരുസന്നിധി സമർപ്പിക്കുന്നു, പരിശുദ്ധ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രതികൂലതകളുടെ ഇടയിൽ നീ എപ്പോഴും അനുകൂലമായി നിൽക്കുന്ന ദൈവമാകുന്നുവല്ലോ. നന്മയിലുള്ള, സമാധാനത്തിലുള്ള ഒരു സഭാജീവിതത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അതിനുവേണ്ടി എടുക്കപ്പെടുന്ന എല്ലാവരെയും, മേൽപ്പെട്ടക്കാരെയും, അതിനുവേണ്ടി ഒരുങ്ങുന്ന നേതാക്കന്മാരെയും, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, വിവിധ തരങ്ങളിലായിരിക്കുന്നവർക്ക് എല്ലാവർക്കും നിന്റെ നിത്യമായ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കൃപയുടെയും അനുഗ്രഹം അവർക്ക് കൊടുക്കണമേ. അത് മുഖാന്തരം ഞങ്ങളായിരിക്കുന്ന തലമുറയും അടുത്ത തലമുറയൊക്കെയും നന്മയിലും നിത്യമായ സമാധാനത്തിലും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ ഭവനങ്ങളെയും ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അത് ദൂരത്തായിരിക്കുന്ന കുടുംബത്തിലുള്ള എല്ലാവരെയും, കൊച്ചുമേയും ഒക്കെ അവിടുത്തെ തിരുസന്നിധിയിൽ, കുഞ്ഞുങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, രഞ്ജനച്ചനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. ആ ദേവാലയത്തിലായിരിക്കുന്ന വലിയ ശ്രേഷ്ഠരെയും ആ ദേവാലയത്തിലെ ശമാശന്മാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവജനങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഭദ്രാസനത്തെ ശുശ്രൂഷിക്കുന്ന അഭിയുന്ന പിതാവിനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ആയുധയും മാതാവിസുകന്യ മറിയാമിന്റെയും സകലപരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥകളാലും പ്രാർത്ഥനകളാലും തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ
എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ദേവാലയത്തിലുള്ള അനേക ആളുകളെ എനിക്കറിയാവുന്ന, വ്യക്തിപരമായിട്ടും അല്ലാതെയൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛനും ഞാനും ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി 1994 മുതൽ ആത്മബന്ധത്തിലുള്ള 2 പുരോഹിതരാണ് സഭയിൽ ശുശ്രൂഷിക്കുന്നത്. ദൂരത്താണെന്ന് മാത്രമേ ഉള്ളൂ, എപ്പോഴും വിളിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ആത്മീയ വളർച്ചയിൽ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ രഞ്ജനച്ചനും ഞാനും ഞങ്ങൾ ആത്മീയ ശുശ്രൂഷയിൽ ഒരുപാട് ഒരുമിച്ച് പോകുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷയ്ക്ക് ഉറഹോ ദ വേയിലൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ സാധിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പരിശുദ്ധ സഭയുടെ മുമ്പോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആ ദേവാലയത്തിലെ വൈദികർ, എല്ലാ വൈദികരുമായിട്ടും എനിക്ക് വ്യക്തിപരമായി ഇപ്പോഴും പല സാക്കച്ചനുമായിട്ടൊക്കെ കഴിഞ്ഞ ദിവസവും കൂടെ മെസ്സേജുകൾ വരികയുണ്ടായി. അവിടെയുള്ള ഷമ്മാശന്മാർ, മറ്റച്ഛന്മാർ, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഒരിക്കൽ കൂടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും അതുപോലെ തന്നെ ഞാൻ അഭിമന്യ തിരുമേനിയുമായിട്ട് സംസാരിച്ചിരുന്നു. അനുവാദം തന്ന അഭിമന്യ തിരുമേനി, അവിടുത്തെ എല്ലാ ഇടവചനങ്ങൾ, ഒത്തിരി ആളുകൾ, പേരുകൾ പറഞ്ഞാൽ അവിടെ ഒരുപാട്, ബാംഗ്ലൂർ മുതൽ അല്ലാതെ അവിടെ വന്നവർ, അവിടെയുള്ള ആളുകൾ ഒക്കെയുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എൻ്റെ ശുശ്രൂഷയും നിങ്ങൾ ഓർക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബാറക്കുമോർ. പരിശുദ്ധവും മാന്യവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും അന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൃപയും അനുഗ്രഹങ്ങളും ആവാസവും നാം ഏവരോടും നമ്മുടെ കുടുംബങ്ങളോടും നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും, പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.